ഒരു സാമ്പത്തിക ഉപദേഷ്ടാവല്ല എന്ന് പറയാൻ 5 പ്രധാന കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. 1. നിയന്ത്രണങ്ങളില്ലാത്ത ഉപദേശങ്ങൾ, തട്ടിപ്പുകൾ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആർക്കും എന്തും പറയാം, എഴുതാം. ഇവിടെ ആധികാരികമായ സാമ്പത്തിക ഉപദേശങ്ങൾ നൽകുന്നതിന് പ്രത്യേക ലൈസൻസോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റായ വിവരങ്ങളോ അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന തട്ടിപ്പുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന പരസ്യങ്ങളെ അന്ധമായി വിശ്വസിച്ച് പലരും ചതിയിൽപ്പെടാറുണ്ട്. 2. വ്യക്തിഗതമല്ലാത്ത ഉപദേശം. ഓരോരുത്തരുടെയും സാമ്പത്തിക ലക്ഷ്യങ്ങൾ, വരുമാനം, റിസ്ക് എടുക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഉപദേശങ്ങൾ പൊതുവെയുള്ള കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പില്ല. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാതെ ആരെങ്കിലും ഒരു ഉപദേശം തന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത. 3. ലളിതവൽക്കരണം, അതിശയോക്തി. സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി പലപ്പോഴും സങ്കീർണമായ സാമ്പത്തിക വിഷയങ്ങളെ ലളിതവൽക്കരിക്കാറുണ്ട്. ചിലപ്പോൾ അതിശയോക്തി കലർത്തി അവതരിപ്പിക്കും. ഈ ഓഹരി വാങ്ങിയാൽ ഉടൻ കോടീശ്വരനാകാം, ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം ഉറപ്പ് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷേ യാഥാർത്ഥ്യവുമായി ഇതിന് ബന്ധമുണ്ടാകണമെന്നില്ല. 4. സ്വന്തം നേട്ടത്തിന് വേണ്ടി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ പലപ്പോഴും അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾക്കാവും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പ്രത്യേക ഓഹരിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചോ അവർ നല്ല അഭിപ്രായം പറഞ്ഞാൽ അതിനു പിന്നിൽ ആ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള കമ്മീഷനോ മറ്റോ നേട്ടങ്ങളോ ഉണ്ടാകാം. ഇവരുടെ വാക്കുകൾ കേട്ട് നിക്ഷേപം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 5. വൈകാരികമായ തീരുമാനങ്ങൾ, FOMO. സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു ഓഹരിയോ ക്രിപ്റ്റോ കറൻസിയോ വൈറലാകുമ്പോൾ പലർക്കും എനിക്കിത് നഷ്ടപ്പെടുമോ എന്ന തോന്നലുണ്ടാവാം. ഇത് കാരണം പലരും വൈകാരികമായി പെട്ടെന്ന് നിക്ഷേപം ചെയ്യാൻ തീരുമാനമെടുക്കും. ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങൾ പലപ്പോഴും നഷ്ടത്തിലേക്ക് കലാശിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയെ അന്ധമായി വിശ്വസിക്കരുത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ എങ്ങനെയാണ് ശരിയായ സാമ്പത്തിക ഉപദേശം നേടുക? സെബി രജിസ്റ്റർ ചെയ്ത ഉപദേഷ്ടാക്കൾ. ഇന്ത്യയിലെ സെബിയിൽ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കളുണ്ട്. അവർക്ക് ലൈസൻസ് ഉണ്ട്. അവരെ വിശ്വസിക്കാം. ബാങ്കുകൾ, അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകളും മറ്റും അംഗീകൃത ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങൾ നൽകുന്നു. വിദഗ്ധരുമായി ആലോചിക്കുക. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന വിശ്വസ്തരായ ആളുകളുമായി സംസാരിക്കുക.